ടീച്ചർ പ്രൊഫഷനിൽ നിന്ന് വന്നുകൊണ്ടാന്ന് തോന്നുന്നു വസ്ത്രധാരണ രീതിയാണെങ്കിലും എല്ലാം ആ ഒരു 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 അപ്പിയറൻസ്, ആ ഒരു ഗെറ്റപ്പ് അത് അങ്ങനെ തന്നെ തുടർന്നു പോവാണോ? അത് പറഞ്ഞാൽ ഞാൻ സാരി പിൻ ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. ഞാൻ ടീച്ചറായിരുന്ന കാലത്ത് കുട്ടികളോട് ചോദിച്ചാൽ അറിയാം, എനിക്ക് ഈ സാരി പിൻ ചെയ്യേയില്ല. അത് കോട്ടൺ ആയാലും അങ്ങനെ പിൻ ചെയ്യില്ലായിരുന്നു. പിന്നെ ചിലരൊക്കെ പ്രിൻസിപ്പളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയും, മാഡം ഒന്ന് പിന്നൊക്കെ ചെയ്തിട്ട് മുടി ഒന്ന് പുട്ടപ്പ് ചെയ്യണം, എന്നും ഇങ്ങനെ മുടി അഴിച്ചറ്റം കെട്ടി വരരുത് എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ടീച്ചറായതുകൊണ്ടായിരിക്കാം എനിക്കിഷ്ടമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ്, ഞാനൊരു ഗ്രാജുവേഷൻ ആയ കാലം മുതൽ ഞാൻ പറയും, പാൻറ്റും നല്ല കുറച്ച് ഇറക്കമുള്ളൊരു ഷർട്ടും, അതിന് വേണമെങ്കിൽ പൂക്കളും ഒക്കെ വെക്കാം നമുക്ക്. അതെക്കാലും ഇഷ്ടമുള്ള ഡ്രസ്സ്. എന്തൊരു സൗകര്യം അത്. പക്ഷെ ഇപ്പോൾ ഞാൻ എന്താ വെച്ചാൽ, പിന്നെ നമ്മളെല്ലാം പഠിക്കുന്നൊരു വാക്കുണ്ടല്ലോ, കൺഫോമിറ്റി എന്നൊരു വാക്കുണ്ടല്ലോ ഇംഗ്ലീഷിൽ. നമ്മൾ ഈ സമൂഹമായിട്ട് ഒത്തുപോവാൻ നമ്മൾ ശ്രമിക്കണം. എൻ്റെ ഇഷ്ടം ഒരു പക്ഷേ എനിക്ക് സാരി ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് സൗകര്യമല്ല സാരി ഒരു മനോഹരമായ വസ്ത്രമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷെ സൗകര്യമല്ല. സൗകര്യം നോക്കി എനിക്ക് വേണമെങ്കിൽ ചുരിദാറിലേക്കൊക്കെ പോവാം. അതൊരു വിപ്ലവത്തിന് വേണ്ടി പോകണം എന്നൊന്നും എനിക്ക് താല്പര്യമില്ല. എൻ്റെ മോള് പറഞ്ഞ പോലെ, അമ്മ വലിയ വിപ്ലവകാരിയായിട്ട്, അമ്മ എന്തിനാ ഈ 6 മുഴം ജയിലിൽ വലിച്ചിട്ട് ഇപ്പോഴും നടക്കുന്നത്? അമ്മയ്ക്ക് വേണമെങ്കിൽ ചുരിദാർ ഇട്ട് പൊക്കൂടെ? അമ്മയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അമ്മ അതാ ചെയ്യണം. ഞാൻ എനിക്ക് ചുരിദാർ ഇട്ടൊരു യാതൊരു നാണക്കേടും ഇല്ല. പക്ഷേ സമൂഹം എപ്പോഴും പ്രതീക്ഷിക്കുന്നു നമ്മൾ എന്ത് ധരിക്കാൻ. ഒരു സാരിയിൽ കാണാൻ സമൂഹം നമ്മളെ ആഗ്രഹിക്കുന്നുണ്ട്. 5 കൊല്ലം കൂടി കഴിയുമ്പോൾ അത് മാറുമായിരിക്കും. എൻ്റെ പ്രായവും അതൊരു ഘടകമല്ലേ പറഞ്ഞാൽ. എനിക്കിപ്പോൾ 65 വയസ്സ് കഴിഞ്ഞു. അപ്പം ഞാനൊരു ചുരിദാർ ഇട്ട് വരുമ്പം വെറുതെ എങ്കിലും ആൾക്കാർക്കൊരു തോന്നൽ, ഇപ്പോൾ ഈ പ്രായത്തിൽ എന്തിനാ ചുരിദാർ ഇട്ടെന്ന് തോന്നാം. പുറത്തു പോകുമ്പോഴൊക്കെ ഞാൻ ചുരിദാറായിട്ടുണ്ട്. മേയറാണെങ്കിലും എന്നെ ചുരിദാറിൽ ആൾക്കാർ ഇഷ്ടംപോലെ കാണാറുണ്ട്. ചിലരിങ്ങനെ പറയും, പെട്ടെന്ന് ഈ വേഷത്തിൽ കണ്ടപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ ഞാൻ പറയും, ഒരു സൗകര്യമാണല്ലോ, അതുകൊണ്ടാണ്. അതിന്റെ പേര് കൺഫർമിറ്റി എന്നാണ് പറഞ്ഞത്. പക്ഷെ കൺഫർമിറ്റി സ്യൂഡോ സൊസൈറ്റിയുടെ ഒരു പ്രെജുഡിസ് ആയിട്ട് കൂടി അതിനെ എടുക്കണോ? സംശയം എന്താ? ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട്, നിനക്ക് ഇത്രയും ഇഷ്ടം ഈ വേഷമൊക്കെ ആയിട്ടും അതെല്ലാം മറച്ചു വെച്ചിട്ട് നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി നീ എന്തിനാ സാരി ഉടുക്കുന്നത് എന്നോട് തന്നെ ചോദിക്കാറുണ്ട് കണ്ണടിയിൽ. അങ്ങനെ ഒരു പ്രെജുഡിസ്, ഇപ്പം അങ്ങനെ ഒരു റോൾ മോഡൽ എന്ന് പറയുമ്പം ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അധ്യാപികയാണ്. ഏറ്റവും അതെ. പക്ഷെ ഇങ്ങേറ്റത്താണ് രാഷ്ട്രീയ പ്രവർത്തകയായിട്ടുള്ള സ്ത്രീ അല്ലേ? അതും മാറി വരുന്നത്. അപർണ, എനിക്ക് സാരികൾ കുറേ ഉണ്ടായിരുന്നു, ശരിയല്ലേ? ടീച്ചറായിരുന്ന കാലത്ത് ഉടുത്തെടുത്ത്. ഇനിയിപ്പോൾ ഞാൻ ചുരിദാറിലേക്ക് മാറണമെങ്കിൽ ഞാൻ എന്തോരം ചുരിദാർ മേടിക്കണം. അപ്പോൾ അതുകൊണ്ട് സാരി തന്നെയാണ് നല്ലത്. അതിൻ്റെ ബ്ലൗസൊക്കെ തുന്നിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പോൾ എൻ്റെ പഴയ ടൈലർ വീട്ടിൽ വന്ന് പാവം മേടിച്ചു കൊണ്ടുപോയി കൊണ്ടുതരുന്നുണ്ട്. അല്ലെങ്കിൽ അതാണല്ലോ നമുക്ക് ഏറ്റവും വലിയ ഇഷ്യൂ. സാരി വാങ്ങുന്നതല്ല പ്രശ്നം, അതിൻ്റെ ബാക്കിയുള്ള സാധനങ്ങൾ, ആക്സസറീസ് വാങ്ങുന്നതാണ് ഏറ്റവും വലിയ ഇഷ്യൂ. അതിപ്പോൾ അങ്ങനെ പരിഹരിക്കപ്പെട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു വിഷമമില്ല. പറഞ്ഞത് ശരിയാ, ചുരിദാർ തന്നെ നമുക്ക് ചുരിദാറോ പാൻറ്റോ ജീൻസോ എന്തോ എനിക്ക് അതിലൊന്നോ ഓരോരോ ദേഹത്തിനും അവരോരോ മൂവ്മെൻറ്റിനും അനുസരിച്ചുള്ള വസ്ത്രം ധരിക്കുക. മറ്റുള്ളവരെ കൊണ്ട് ഒരു മോഡസ്റ്റ്ലി ഏത് ഡ്രസ്സും നമുക്ക് മോഡസ്റ്റായിട്ടും ധരിക്കാം, ഭയങ്കര എക്സിബിഷനിസ്റ്റിക് ആയിട്ടും ധരിക്കാം. ശരിയല്ലേ? ഏത് വസ്ത്രവും, അത് സാരി ആയാലും ചുരിദാറായാലും. അതാണ്.